കാർഷിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ സാമൂഹ്യ സേവനങ്ങളിലും സജീവമായി ആനമങ്ങാട് ഭഗവതി ക്ഷേത്രം. ശബരിമലയിലെ നിറപുത്തരിക്ക് നെൽക്കതിർ കറ്റകൾ കൊണ്ടുപോകുന്നതിന് ക്ഷേത്രത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന 100 ഒരു വീട് സ്നേഹസദനം പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ആനമങ്ങാട് കുന്നിന്മേൽ ക്ഷേത്രം വകയായുള്ള 5 ഏക്കർ പാടത്ത് വർഷത്തിൽ 2 വിള നെൽകൃഷി മുടങ്ങാതെ ചെയ്തുവരുന്നു. ഈ പാടത്ത് വിളയിച്ചെടുത്ത നെൽക്കതിരുകൾ മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് നിറ ഉത്സവത്തിനായി കൊണ്ടുപോകുന്നത് പതിവാണ്. കഴിഞ്ഞ 2 വർഷമായി പ്രധാനമായും ശബരിമല നിറപ്പുത്തരി ഉത്സവത്തിനാണ് കതിരുകൾ കൊണ്ടുപോകുന്നത്. ശബരിമല നിറപ്പുത്തരി ഉത്സവത്തിനുള്ള നെൽക്കതിരുകൾക്കായി സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം കാർഷിക സംസ്കാരത്തെ വിളിച്ചോതി. കൊയ്ത്തുത്സവം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ പഴയ വള്ളുവനാടിന്റെ പൈതൃകവും ചരിത്രവും സംസ്കാരവും. ആ വള്ളുവനാടിന്റെ പൈതൃകവും ചരിത്രവും സംസ്കാരവും നമ്മളിൽ നിന്ന് ഒരു കാലത്തും വേർപെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല എന്നറിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ ഈ പെരിന്തൽമണ്ണക്കാരും മുഴുവനും. കാരണം ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് നിന്നാണ് വരുന്നത്. അങ്ങാടിപ്പുറത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു പൈതൃകം, അതിന്റെ ഒരു മനോഹാരിത ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറിയേക്കാം, പക്ഷെ ഏത് സാഹചര്യങ്ങൾ മാറിയാലും ശരി, അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ കൃഷി, അതിനപ്പുറത്ത് ഇതുപോലെയുള്ള സമാഗമങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിനെ നിർവചിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ഒരു നാടിന്റെ ഒരുമിച്ചുള്ള പരിപാടികളാണ്. വ്യത്യസ്തതകൾക്ക് വേണ്ടി മനുഷ്യന്മാര് വലിയ കടിപിടി കൂടുന്ന കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഒരുമിച്ചിരിക്കുന്നതിനെ കുറിച്ച്, ഒരുമിച്ച് ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ്. ഓഗസ്റ്റ് 3-നാണ് ശബരിമലയിലെ നിറപ്പുത്തരി ഉത്സവം. കൊയ്തെടുത്ത കച്ചകളുമായി ക്ഷേത്രത്തിൽ നിന്നും ഭക്തസംഘം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഓഗസ്റ്റ് 1 വൈകിട്ട് ശബരിമലയിലേക്ക് പുറപ്പെടും. 2 രാവിലെ പമ്പ ഗണപതി കോവിലിൽ ദർശനവും കഴിഞ്ഞ് വൈകിട്ട് ദീപാരാധനയോടെ ശബരിമല സന്നിധാനത്ത് കതിർ സമർപ്പിക്കും. ശബരിമലയിലേക്ക് 3ാമത്തെ തവണയാണ് പഞ്ചവാദ്യ ഘോഷത്തോടു കൂടി നമ്മൾ വളരെ ഭക്തി നിർഭരമായി തന്നെ നിറകതിർ സമർപ്പിക്കുന്നത്. ആഗസ്റ്റ് 3-നാണ് ശബരിമലയിൽ നിറപുത്തരി ഉത്സവം. ക്ഷേത്രത്തിൽ നിന്നുള്ള കതിർക്കറ്റകളുമായി നാളെ 1 വൈകിട്ട് ഭക്തജന സംഘം പഞ്ചവാദ്യ ഘോഷത്തോടു കൂടി പുറപ്പെടുന്നു. 2 കാലത്ത് പമ്പ ഗണപതി കോവിൽ ദർശനം ചെയ്ത ശേഷം വൈകിട്ട് ദീപാരാധനയോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരും. 3 രാവിലെ നിറപുത്തരിക്ക് ശേഷം ക്ഷേത്ര കമ്മിറ്റിയുടെ കൂടെ പോരുന്ന പഞ്ചവാദ്യ സംഘം അവിടെ പഞ്ചവാദ്യം അവതരിപ്പിക്കും. അതിനുശേഷം വൈകിട്ടോടെ മടങ്ങിയെത്തും. ക്ഷേത്രത്തിന്റെ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടങ്ങുന്ന 100 ഒരു വീട് സ്നേഹസദനം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ് പദ്ധതി പ്രഖ്യാപിച്ചു. ചെറിയ ചെറിയ കൂടിയാലോചനകളിൽ വലിയ വലിയ കാര്യങ്ങൾ നടത്തുന്ന ഒരു പാരമ്പര്യം ഈ ക്ഷേത്രത്തിനുണ്ട്. എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു ആലോചനയിൽ നിന്നും മഹത്തായ ഒരു സംഭവമാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന 3 കുട്ടികൾ, പെറും പെൺകുട്ടികൾ, അച്ഛനും അമ്മമാരില്ലാത്ത കുട്ടികൾ, അനാഥരായ കുട്ടികളാണ്. അവർക്ക് ഒരു വീട് ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അത് അമ്പല കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ആ ഒരു വീട് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് പ്ലാനും എല്ലാതും പ്രാഥമിക നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാവാൻ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് സാധിക്കും എന്നുള്ള ഉറപ്പുണ്ട്. ഭക്തരിൽ നിന്നും ധനം സമാഹരിച്ചാണ് സ്നേഹഭവനങ്ങൾ പൂർത്തീകരിക്കുക. ഒരു വീടിനായി 100 രൂപയെങ്കിലും ഭക്തർ സംഭാവനയായി നൽകും. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്കാണ് ആദ്യം വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇപ്രാവശ്യം 100 ഒരു വീട് എന്ന പദ്ധതി പ്രകാരം ഒരു സ്നേഹസദനം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്കായി മണലായ കണ്ടഞ്ചിറയിൽ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. അടുത്ത താലപ്പൊലിയോടുകൂടി ഫെബ്രുവരി മാസത്തോടുകൂടി പണി പൂർത്തീകരിക്കാനാകുമെന്ന് കരുതുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് കോക്കാടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T സഫ്വാന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അയ്യൂബ് EP, ശാലിനി, ഫാസില ശിഹാബ്, ക്ഷേത്രം സെക്രട്ടറി NP മുരളി, K പ്രേംകുമാർ, P ജനാർദ്ദനൻ, PP ചന്ദ്രശേഖരൻ, MP മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.